ജേണലായിട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ജേണൽ ചെയ്യുന്നത് ഈ ബുക്കാണ് എടുക്കുന്നത് അതോ ഇതിലുള്ള ബുക്കാണ് എടുക്കുന്നത് എനിക്കറിയില്ല. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ബുക്കാണ്. ഈ ബുക്കാണ് നേരത്തെ ചെടിയൊന്നും കാര്യമാണ്. അത് നമുക്ക് ജേണൽ ചെയ്യാൻ ഇന്നലെ ചെയ്തതാണിത്. ഇത് രസമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നമുക്ക് ഈ ഒരു പേജിലാണ് നമുക്ക് ജേണൽ ചെയ്യാനുള്ള ഒരു പേജ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ജേണൽ ചെയ്യാനുള്ള സെറ്റ് നമ്മളെ ഒരു ഷെൽഫിൽ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇട്ടിട്ട് വരാം, കാണിച്ചു തരാം. ചാവി എടുത്ത് തുറന്ന് ഇനി കാണിച്ചു തരാം. ഇത്തരമായിട്ടാണ് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. ഇത് അനിയൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ കസ്റ്റഡിയിലായി സ്റ്റാറിൻ്റെ മുത്തൊക്കെ ഉണ്ട്. നമ്മൾ ജേണലിൻ്റെ ഇത് ഇതിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്യാം. ഇത്രയും സാധനങ്ങളുണ്ട്. അതിലൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് തീമിലാണ് നമുക്ക് നോക്കാം. ഇതെന്തായാലും നമുക്ക് വേണം. ഇതൊന്ന് പിന്നെ നമുക്ക് ഏതാണ്ട് ഇതാ ഇതൊന്ന്. പിന്നെ നമുക്ക് ഏത് തീമിലാണ് എടുക്കണ്ടേ? ഇതൊന്ന് ഇട്ടിട്ടുണ്ട്. ഇതെന്താ? യുവർ നെയിം, അതാണ് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് പച്ച എടുക്കാം അല്ലേ? ഇത് അത് എടുത്തിട്ടുണ്ട്. ഒരു സാധനം കൂടി വേണം. ഈ ഒരു ബാർബിനെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കാഴ്ച കൊടുക്കാം. നമുക്ക് ഇതാദ്യം നോക്കാം. ഇനി നമുക്ക് വേണ്ടത് പശയാണ്. പശ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പേന വേണം. പിന്നെ ബ്ലൂ ഷീറ്റ് എടുക്കാം. നമുക്ക് മേലോട്ട് പോകാം. ചാവി എടുത്തു, പൂട്ടി. നമുക്ക് മേലോട്ട് പോകാം. ചാവി എടുത്ത് പൂട്ടി മേലോട്ട് പോകാം. ചാവി എടുത്ത് പൂട്ടി മേലോട്ട് പോകാം. കയറിക്കൊണ്ടിരിക്കാം. ഇത് ഞാൻ ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളോട് ജേണൽ ചെയ്തെടുക്കാം. ആദ്യം നമ്മളിതെവിടെ സെറ്റ് ചെയ്യേണ്ടത് നോക്കണം. ആദ്യം നമ്മളിതാണല്ലോ എടുത്തത്. അപ്പോൾ നമുക്ക് ഇത് എവിടെ ഒട്ടിക്കണം നമുക്ക് നോക്കാം. ഇത് ഇവിടെ ആയിട്ട് ഒട്ടിക്കാം. ഇതായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു സംഭവം ഉണ്ട്. പശ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ പശ ഉള്ളത് കമൻറ്റ് ചെയ്യാം. ഇത് ലെമണിൻ്റെ ആണ്. മണത്താത്തന്നെ മനസ്സിലാവാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാർബി ഇത് ലാസ്റ്റാണ് എടുത്തത്. എന്നാലും നമുക്ക് ഒന്ന് ഇതിൻ്റെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു നെയ് സ്ലിപ്പ് പോലെ ആയിക്കുന്നു. നല്ല രസമാണിട്ടത്. ഇനി അടുത്ത് നമുക്ക് ഇതൊട്ടിക്കാം.
ഇത് ഒട്ടിക്കാൻ ഇവിടെ ആയിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ഒട്ടിക്കാം. ഇതാ ഈ പച്ച ഉണ്ടല്ലോ, അതാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഇതാ ഇതിൻ്റെ ഒരു കുറച്ച് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടമുള്ള കളർ എടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പിൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ കുത്ത് ഇട്ടിട്ടുണ്ട്, വര ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ സെലോ ടേപ്പ് ഉണ്ടാക്കുക, അത് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഒട്ടിച്ചെടുത്താൽ കീറൂല അധികം, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം ഒന്നും ഒട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇതാണ്, ഈ കാർഡാണ് ഒട്ടിച്ചെടുക്കണം. ഈ കാർഡ് സ്പേസ് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതങ്ങനെ ഉണ്ടാക്കുക, നിങ്ങൾക്ക് വരയില്ലാത്ത പേപ്പർ എടുക്കാം, വരയുള്ള പേപ്പർ എടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള വരയുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് വരയ്ക്കുകയും എഴുതിയൊക്കെ ചെയ്യാം. ഞാൻ എഴുതിയാണ് ചെയ്തത്. നമുക്ക് ഇത് ഇവിടെ നട്ടിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതാ ഇതിൻ്റെ നടുവിലായിട്ട് ഇവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ജേണലിൻ്റെ ഇത് തന്നതാണ്. അപ്പം നമ്മുടെ ജേണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം. ഹലോ മൈ ഫ്രണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത് അല്ല ഇതാണോ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക. തെറ്റാ.